എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക, ബാന്ദ്ര, ബസുക തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് അപൂർവ പുത്രന്മാർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഫ്ലോപ്പായ സിനിമയാണ്. നല്ലൊരു കോമഡി മൂവിയാണ് അപൂർവ പുത്രന്മാർ. വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് സിനിമയിൽ നായകൻ. ഈ സിനിമയുടെ OTT ഇപ്പോൾ ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. അടുത്ത ഫ്രൈഡേ ആണ് അപൂർവ പുത്രന്മാരുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മദ്രാസി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല അഭിപ്രായമാണ് മദ്രാസി സിനിമ നേടിയെടുത്തത്. ഇതൊരു തമിഴ് സിനിമയാണ്. ശിവകാർത്തികേയനാണ് സിനിമയിലെ നായകൻ. ഇപ്പോഴത്തെ മദ്രാസി സിനിമയുടെ OTT ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആമസോൺ പ്രൈമിൽ ഒക്ടോബർ മാസം 1-നാണ് മദ്രാസിയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് തങ്കമണി നേടിയെടുത്തത്. നല്ലൊരു കഥയാണ് തങ്കമണി പറഞ്ഞു പോയത്. പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. നിതാപിള്ളയും ദിലീപുമാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് തങ്കമണിയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്കോടുകൂടി തങ്കമണി ആമസോൺ പ്രൈമിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടി നായകനായ സിനിമയാണ് ഡൊമിനിക്. സിനിമ റിലീസായിട്ട് 5-6 മാസമായി. ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. മമ്മൂട്ടിയുടെ ഒരു സിനിമ ഇത്രയും കാലം വൈകി വരുന്നത് ഇതാദ്യമായിട്ടാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഡൊമിനിക്. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈം ഡൊമിനിക് വാങ്ങിച്ചുവെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്കോടുകൂടി ഡൊമിനിക് OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സാധാരണ പരാജയപ്പെട്ട സിനിമകളാണ് OTTയിൽ വരാതിരിക്കുക. എന്നാൽ ഗെറ്റ് സെറ്റ് ബേബി നല്ല വിജയം നേടിയെടുത്ത സിനിമയാണ്. എന്നിട്ട് ഗെറ്റ് സെറ്റ് ബേബി OTTയിൽ വന്നിട്ടില്ല. ഉണ്ണിമുകുന്ദനാണ് സിനിമയിലെ നായകൻ. നല്ലൊരു ഫാമിലി കോമഡി മൂവിയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. ഇപ്പോഴത്തെ മനോരമ മാക്സ് ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്കോടുകൂടി ഗെറ്റ് സെറ്റ് ബേബി OTTയിലെത്തും. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു വേല. മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്താണ് വേല സിനിമ തിയേറ്റർ വിട്ടത്. ഷൈനികം ഒരു പോലീസായിട്ടാണ് വേല സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT അവകാശം വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമിൽ ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്കോടുകൂടി വേല സിനിമ OTTയിലെത്തും. അടുത്തൊരു അപ്ഡേറ്റ് മാരിവിലും ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി മൂവിയാണ് മാരിവിലും ഗോപുരങ്ങൾ. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് ഈ സിനിമ സ്വന്തമാക്കിയത്. എന്നിട്ടും OTTയിൽ വന്നിട്ടില്ല. ഇപ്പോഴത്തെ മാരിവിലും ഗോപുരങ്ങൾ ആമസോൺ പ്രൈമിൽ വരാൻ പോവുകയാണ്. ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്കോടുകൂടി മാരിവിലും ഗോപുരങ്ങൾ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു വർഷത്തിന് മുന്നെയാണ് ചെക്ക്മേറ്റ് റിലീസിനെത്തിയത്. നല്ല അഭിപ്രായങ്ങൾ സിനിമ നേടിയിട്ടും പിന്നീട് OTTയിൽ വന്നില്ല. നല്ലൊരു ത്രില്ലറായിരുന്നു ചെക്ക്മേറ്റ്. ഇപ്പോഴത്തെ അനൂപ് മേനോൻ ലാൽ അഭിനയിച്ച സിനിമ OTTയിൽ വരാൻ പോവുകയാണ്. ഒക്ടോബർ മാസം 2-നാണ് ചെക്ക്മേറ്റിൻ്റെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലി നായകനായ ഒരു കോമഡി മൂവിയാണ് ആഭ്യന്തര കുറ്റവാളി. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തത്. പെട്ടെന്ന് തന്നെ വാഷൗട്ടായി. ഇപ്പോഴത്തെ ആഭ്യന്തര കുറ്റവാളി OTT റിലീസിന് ഒരുങ്ങുകയാണ്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. ഒക്ടോബർ മാസം 5-ന് മുന്നേ ആഭ്യന്തര കുറ്റവാളി OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബസൂക്ക ഇനി വരില്ലെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. കാരണം മാസങ്ങളായി ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. മമ്മൂട്ടി മികച്ച അഭിനയമാണ് ബസൂക്കയിൽ കാഴ്ചവെച്ചത്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ടാലും OTTയിൽ വന്നാൽ വിജയിക്കാൻ സാധിക്കുന്നൊരു സിനിമയാണ് ബസൂക്ക. C5-ലാണ് ബസൂക്ക സിനിമ റിലീസിനെത്തുന്നത്. ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്കോടുകൂടി ബസൂക്ക സിനിമ C5-ൽ റിലീസാക്കും. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തമന്ന മലയാളത്തിൽ അഭിനയിച്ച സിനിമയാണ് ബാന്ദ്ര. പക്ഷേ സിനിമ പരാജയപ്പെട്ടു. ഒരു ഗാങ്സ്റ്റർ കഥയാണ് സിനിമ പറഞ്ഞു പോയത്. പക്ഷേ ദിലീപിന് ആ റോള് കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ബാന്ദ്രയുടെ OTTയും വിറ്റുപോയില്ല. ഇപ്പോഴത്തെ ആമസോൺ പ്രൈം ബാന്ദ്രയുടെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. കഴിഞ്ഞ ഡിസംബറിൽ കമ്മീസോൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ആമസോണിൻ്റെ ഭാഗത്ത് യാതൊരു അപ്ഡേറ്റും വന്നിട്ടില്ല. ഇപ്പോഴത്തെ ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്കോടുകൂടി ബാന്ദ്ര സിനിമ OTT റിലീസ് ചെയ്യും. അവസാനത്തെ അപ്ഡേറ്റ് ലോക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ OTTക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. സിനിമ 300 കോടി അടിക്കാനാണ് ദുൽഖർ വെയിറ്റ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നേരത്തെ തന്നെ OTT വന്നേനെ. OTTക്ക് വലിയ ഡിമാൻഡാണ്. നെറ്റ്ഫ്ലിക്സ് അടക്കം വലിയ OTT പ്ലാറ്റ്ഫോമുകൾ വലിയ തുകയ്ക്കാണ് ലോക സിനിമയുടെ OTT ചോദിച്ചിരിക്കുന്നത്. എന്നിട്ടും ദുൽഖർ സൽമാൻ അത് കൊടുത്തിട്ടില്ല. ലോകയുടെ അടുത്ത പാർട്ട് വരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ ലോക സിനിമ നെറ്റ്ഫ്ലിക്സിനെ വിറ്റുവെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷെ ഒക്ടോബർ മാസം 5-ന് മുന്നേ ലോക സിനിമ
OTT-യിലെത്തും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവികൾ ഏതൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTT-ക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.